ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് റവയും തേങ്ങയും കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയോ വൈകുന്നേരം ചായയുടെ കൂടെ വെറുതെ കഴിക്കാനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ എടുക്കാം കേട്ടോ. ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ തേങ്ങ ചിരവിയത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 6 ചുവന്നുള്ളി കൂടെ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ റവ എടുത്ത് അതേ അളവിൽ വെള്ളം എടുക്കാം കേട്ടോ, അതേ പാത്രത്തിൽ. അപ്പോൾ ഞാനിത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ഈ മാവ് വേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് ആദ്യം എണ്ണ പുരട്ടുന്നില്ല. ഇരുമ്പ് ചട്ടിയാണെങ്കിൽ ആദ്യം കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു സൈഡ് റെഡി ആവുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ എണ്ണ ചേർത്താൽ ഇതിങ്ങനെ ഷേപ്പിൽ കിട്ടില്ല, നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇരുമ്പ് ചട്ടി ആകുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ ആകുമ്പോൾ ഒട്ടി പിടിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ അപ്പം ചുടാനൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ആ ജീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കുമ്പോൾ നമ്മൾ എണ്ണപ്പത്തിരിയൊക്കെ കഴിക്കൂലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്